അല്ല മേഘേഷ്, ഇത് നമ്മളെന്താ മസ്കി കുഞ്ഞിനെ ഫസ്റ്റത്തെ ട്രെയിനിങ് ആണ്. അപ്പോൾ എങ്ങനെ പറവാ അങ്ങനെയൊക്കെ ഒന്ന് നോക്കണം. ഇത് നമ്മൾ ഡൈവറായിട്ട് പുള്ളിനെ വിടണേ. ഇതാണ് നമ്മളെ പുള്ളിപ്രാവിനായിട്ട് എടുത്താ. ഇതാണ് നമ്മളെ പുള്ളിപ്രാവ്. ഇനി പറപ്പിക്കല്ലേ വാ. നമ്മളൊപ്പം പറപ്പിക്കണ മസ്കി കുഞ്ഞിനാണ് ഇട്ടത്. മസ്കി കുഞ്ഞിനെ നേർക്ക് കാണുന്നുണ്ടാവും. ഇതിന് വേണ്ടിയാണ് നമ്മളിന്ന് വിടുന്നത്. മസ്കി കുഞ്ഞിനും ഒരു പുള്ളീനാണ് വിടുന്നത്. മലർപ്പ പുള്ളീനാണ് വിടുന്നത്. അപ്പം എങ്ങനെ കിട്ടും പറയുന്നത്. ഇത് ആദ്യമായിട്ട് വിടുന്ന ഒരു കുഞ്ഞൻ പ്രാവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവാണ് ഇത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ പ്രാവളൊക്കെ കണ്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടും സെറ്റ് പിടിച്ച് വർക്കുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോൾ വിട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ആയിട്ട് ഇനി ഇങ്ങനെ ആയിട്ട് കയറിക്കൊള്ളട്ടോ. എല്ലാവരും പ്രാവിനോട് നിർത്താൻ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു മിനിമം ലെവലായിട്ട് കയറിയിട്ടുണ്ട് പ്രാവൾ. ഇനി നമ്മളിങ്ങനെ പ്രാവ് കയറണ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം. കാരണം ഫസ്റ്റ് ട്രെയിനിങ് ആയതുകൊണ്ട് പ്രാവൾ ഇവലെ ഭാഗത്തുനിന്ന് പോരായ്മകളും തെറ്റുകളും എല്ലാം ഉണ്ടാവും. ഒക്കെ നമ്മളങ്ങോട്ട് ക്ഷമിക്കുക. പിന്നെ ഈ പ്രാവിനെ നടത്താൻ എല്ലാവർക്കും അറിയാം. കാര്യം ക്ഷമയാണ് ആദ്യം വേണ്ടിയത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പറപ്പിക്കുമ്പോൾ കൂടുതൽ ടൈമൊന്നും കിട്ടിയെന്നില്ല. ഫസ്റ്റ് പറവ നമ്മൾ ഉറപ്പായാലും ടൈം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരിക്കലും പാടില്ല. ഇവർ മിനിമം എത്ര പറക്കണം ഓൽക്ക് ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചവിട്ടും. അപ്പോൾ ഉറപ്പായി നമ്മൾ ശ്രദ്ധിക്കാൻ തെങ്ങുമ്പോൾ ചവിട്ടാൻ നോക്കുക. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് പ്രാവൾ തെങ്ങുമ്പോൾ ചവിട്ടാൻ നോക്കുക. അപ്പോൾ ഈ തെങ്ങുമ്മൽ ഇരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ചട്ടപ്രാവൾ കൈമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷീറ്റിൻ്റെ മുഴുക്കോ അല്ലെങ്കിൽ ഓടിൻ്റെ പുറത്തോ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്രാവളത് കണ്ടിട്ട് ഹൈറ്റ് ഇങ്ങനെ താന്ന ലെവലിൽ വന്നോളും. ഫസ്റ്റ് പറപ്പിക്കുമ്പോൾ നമുക്ക് എത്ര ടൈമാണ് കിട്ടണത് ആ ടൈം വെച്ചിട്ടാണ് അടുത്ത ഇതിൽ പറപ്പിക്കേണ്ടത്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരിടാ, ബൈ.